അപ്പൊ ഫെയിലിയറിൽ പോയപ്പോൾ അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ ഞാൻ പോയി. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉപേക്ഷിച്ചു, വീട്ടുകാരെല്ലാം ഉപേക്ഷിക്കുന്നു. 200 മേലെ ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ട് ഇന്നത്തെ ഒരു 3 കോടി വാല്യുള്ള കടബാധ്യത എനിക്ക് അന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കടബാധ്യതയിൽ ഞാൻ ഡിപ്രഷൻ വന്നിട്ട് മെന്റലി ഡിസോർഡർ ആയിട്ട് ഞാനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞിരി കിടക്കുന്നു. വൈഫുണ്ട്, കല്യാണം കഴിച്ച് കുട്ടിയുണ്ട്. വൈഫ് അപ്പോൾ വഴക്കിട്ട് വൈഫിൻ്റെ കുട്ടിക്കും. അപ്പോൾ ഞാൻ ഒറ്റക്കാരിക്കും കൂടെ താമസിക്കുന്നത്. മൈൻഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മാജിക്. ഒരു മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ വിൻസെന്റ് പീൽ എന്ന് പറയുന്ന ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് ഒരു മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെ, അതായത് നമ്മുടെ മൈൻഡിനെ ഒരു നഗരം മുഴുവൻ കത്തിച്ച് കളയാനുള്ള പ്രകടശേഷി ഉണ്ടെന്നുള്ളതാണ്. അത് മനസ്സിന്റെ പവറിന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞത്. ഇത്രയും ഭീകര പവറുള്ള മനുഷ്യന്റെ പവർ ഉപയോഗിക്കപ്പെട്ടാൽ എന്നിട്ട് നമ്മൾ തന്നെ പറയും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തന്നെ പറയും. നമുക്ക് അറിയാത്തോണ്ടാ. അതാണ് അറിയാത്തോണ്ട്. അതായത് നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് എക്സ്പീരിയൻസ് കിട്ടുന്നില്ല.